ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ഷാഡോ വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദാ ഇവിടെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ഞാനൊരു ഓർഗൻഡി സാരിയിൽ വരച്ചിരിക്കുന്നത്. ബേബി പിങ്ക് സോഫ്റ്റ് ഓർഗൻഡി സാരിയാണ് ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല കറക്റ്റായിട്ട് ഫ്രെയിം ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. പിന്നെ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡിസൈൻ വരയ്ക്കേണ്ടത് ഏതാണോ നല്ല വശം എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശത്താണ് ഡിസൈൻ വരയ്ക്കേണ്ടത്, സ്റ്റിച്ചിങ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വശത്താണ് ഡിസൈൻ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഷാഡോ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ബാക്ക് സൈഡിലാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇൻഡ് പോലെയാണ് ഡിസൈൻ വരുന്നത്. അതേസമയം ഫ്രണ്ട് സൈഡിൽ നമ്മൾ കാന്ത വർക്ക് ചെയ്യുന്ന പോലത്തെ ഡിസൈനും വരും. അപ്പോൾ ഫ്ലവറിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ആ പെറ്റലിലൊരു ഷാഡോ പോലെ നമുക്ക് ബാക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ ത്രെഡോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ത്രെഡൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഈ സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ കാരി വർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിക്കൻ കാരി വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്തേക്കാം. അതുപോലെ എങ്ങനെയാണത് ചെയ്യുന്നതെന്നും കൂടി അപ്ലോഡ് ചെയ്തേക്കാം. കൂടുതലായിട്ട് ജോർജറ്റ് മെറ്റീരിയലിൽ ചിക്കൻ കാരി വർക്ക് ചെയ്യുന്നതായിരിക്കും ഭംഗി. ഷാഡോ വർക്ക് നമുക്ക് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏത് സാരിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഓർഗൻഡി സാരി എടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ഓർഗൻഡിയിൽ കാണാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ നെറ്റ് കോട്ട സാരിയിലും ഇതേപോലെ ഷാഡോ വർക്ക് ചെയ്താൽ കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഷാഡോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്യാം. ഒരു ഫ്ലവറിൻ്റെ പല പല പെറ്റൽസിന് നമുക്ക് പല ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ അത് കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് മൾട്ടി കളറിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ത്രെഡ് യൂസ് ചെയ്താൽ തന്നെ പല കളർ ഷെയ്ഡ് ഇതിൽ കിട്ടും. മൾട്ടി കളർ എടുക്കുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നൂല് മാറ്റുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് തോന്നി ഈ പിങ്ക് കളർ സാരിയിൽ ഈ ത്രെഡ് കുറച്ച് മാച്ചായിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ ചൂസ് ചെയ്തത്. ഷാഡോ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഫില്ലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഫില്ലിംഗ് ചെയ്യാനായിട്ട് ഇതേപോലെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യേണ്ട പോർഷൻ സ്റ്റെമ്മിൻ്റെ പോർഷനാണ്. അപ്പോൾ സ്റ്റെം ചെയ്യാനായിട്ട് നോർമലി സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ചും ഇതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുമ്പോഴേക്കും കാന്ത വർക്ക് പോലെ ഇരിക്കും. അപ്പോൾ കാണാനായിട്ട് ഭംഗിയായിരിക്കും. അതും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. വർക്ക് ചെയ്യുന്നതിൻ്റെ ടൈം കൂടുതലാവുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഓരോ പെറ്റൽസ് കഴിയുന്ന സമയത്തും ചെറുതായിട്ടൊന്ന് ടൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ത്രെഡ് പൊട്ടുവാണെന്നുണ്ടെങ്കിലും അഴിഞ്ഞു പോവാതിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊരു കെട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് പെറ്റൽ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യുക. മാക്സിമം നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന പോർഷനിൽ തന്നെയാണ് കെട്ടേണ്ടതും. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിലാണ് ടൈ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല വശമാണ്. അപ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള ത്രെഡിൻ്റെ പാടുകളൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സെയിം സൈഡിൽ തന്നെ നമ്മൾ ത്രെഡ് കെട്ടാനും ശ്രദ്ധിക്കുക. ഇതെപ്പോഴും നമുക്കൊരു മിസ്റ്റേക്ക് വരുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഇരിക്കും. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഇതിലായിരിക്കും വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡിനനുസരിച്ചിട്ട് നമ്മുടെ ഡിസൈനിന് ഭംഗി കൂടുന്നതാണ്. അപ്പോൾ ഏത് കളർ സാരിയാണോ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്യാം. ഇതാ ഇവിടെ ഇതിൻ്റെ സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്ക് സൈഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഇതേപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരുമ്പോഴേക്കും നമ്മൾ ബാക്ക് സ്റ്റിച്ച് പോലത്തെ ആ ഒരു ഫീൽ വരും. അതായത് റണ്ണിങ് പോലെ വരും. കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. സ്റ്റെം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡാർക്ക് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ലീവ്സ് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ യൂസ് ചെയ്യാം. അപ്പോൾ ചില ലീവ്സ് ലൈറ്റായിട്ടും ചിലത് ഡാർക്കായിട്ടും ഇരിക്കുമ്പോൾ കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഷാഡോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്താലും ഭംഗിയായിരിക്കും. എല്ലാം നമ്മൾ ഏത് കളർ സാരിയാണോ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം ത്രെഡ് സെലക്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കറക്റ്റായിട്ട് വരുന്ന ഭാഗം കൂടി ഒന്ന് കാണിക്കാം. കണ്ടോ, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വരും.
അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ പോർഷൻസ് എല്ലാം ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ലീഫ് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ ഒരു വിരൽ കൊണ്ടിട്ട് ബാക്ക് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ഈ നീഡിൽ എടുക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പോഴും ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ ഷാഡോ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് എടുത്താൽ കുറച്ച് തിക്നെസ് കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടുള്ളത്. ഷാഡോ വർക്ക് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വർക്കാണ്. അപ്പം നമ്മൾ എത്ര ഡിസൈൻ വേണം എന്നൊക്കെ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നൂലും നമ്മൾ ആവശ്യമുള്ളത് കളക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ആൻഡ് സ്റ്റെം സ്റ്റിച്ച് നന്നായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ ഷാഡോ വർക്ക് നമുക്ക് നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയതിൻ്റെ വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് സാരിയിലാണ് ഈ വർക്ക് ചെയ്തത്. ഈ വർക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വർക്കാണ് കേട്ടോ. സാരി ഞാൻ വിടർത്തിയിട്ടിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലോങ് ആയിട്ടാണ് ഫോട്ടോ എടുത്തിരിക്കുന്നതും വീഡിയോ എടുത്തിരിക്കുന്നതും. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് വിവിധ സ്റ്റേജസിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൽ ഞാനൊന്ന് ആഡ് ചെയ്തേക്കാം. ഇതിപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തത്. അതുപോലെ ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതേപോലുള്ള വർക്ക് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നതെന്ന്. ഇതിൽ 7 ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ അത്യാവശ്യം വലുപ്പമുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇൻക്ലൂഡിങ് മെറ്റീരിയൽ കോസ്റ്റ് ഒരു 300 റുപ്പീസ് വെച്ച് ഒരു ഡിസൈനിന് ചാർജ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ സാരിയുടെ റേറ്റ് വരുന്നത് 2100 ആണ് വർക്കിംഗ് കോസ്റ്റ്. ഓരോ വീഡിയോ വരുമ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് ഈ സാരി എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. ഈ സാരി ഞാൻ ഷീമാട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 900 ആണ്. അതായത് ഒരു 895 മുതൽ 950 വരെ റേഞ്ചിൽ ഇതേപോലുള്ള സോഫ്റ്റ് ഓർഗൻഡി സാരി ഷീമാട്ടിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ളൊരു സാരി നമ്മൾ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 2100 പ്ലസ് 900 ആണ്. അപ്പോൾ ഒരു 3000 ആണ് ഈ സാരിയുടെ കോസ്റ്റ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you for watching. We'll meet soon.